ഗൾഫ് മേഖലയിൽ ദേശീയതയുടെ ഉത്സവകാലം തുടരുകയാണ്. ഖത്തറും ബഹ്റൈനുമാണിപ്പോൾ ദേശീയ ദിനാഘോഷത്തിൻ്റെ നിറവിൽ. ചെറുതിൻ്റെ സൗന്ദര്യം മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ മികവും കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളും അടയാളപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ ചേക്കേറിയ പ്രവാസി സമൂഹത്തിനും തദ്ദേശീയർക്കൊപ്പം ഇത് ആഹ്ലാദ തിമർപ്പിൻ്റെ കാലമാണ്. ഖത്തറും ബഹ്റൈനും ദേശീയ ദിനാഘോഷത്തിന്റെ നിർവൃതിയിലാണ്. ഗൾഫ് മേഖലയിൽ ശക്തമായി നിലയുറപ്പിക്കുന്ന രാജ്യങ്ങളെന്ന നിലയ്ക്ക് ഇരുകൂട്ടരുടെയും പ്രതീക്ഷകൾ വലുതാണ്. സ്വന്തം തട്ടകങ്ങളിൽ പുതുമുന്നേറ്റം കുറിക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് ഖത്തറും ബഹ്റൈനും. 2007 മുമ്പ് ഖത്തറിന്റെ ദേശീയ ദിനമായി കരുതപ്പെട്ടിരുന്നത് സെപ്റ്റംബർ 3 ആയിരുന്നു. 1971 ബ്രിട്ടന്റെ അധിനിവേശത്തിൽ നിന്നും ഖത്തർ സ്വതന്ത്രമായ ദിനമായിരുന്നു സെപ്റ്റംബർ 3. ഖത്തർ ജനതയുടെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായാണ് ദേശീയ ദിനം പൊതുവിൽ ആഘോഷിക്കപ്പെടുന്നത്. മൺമറഞ്ഞുപോയ ഖത്തറിന്റെ പ്രമുഖരായ നേതാക്കളെയും രാഷ്ട്രശില്പികളെയും ദേശീയ ദിനത്തിൽ പ്രത്യേകം ഓർക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രരായതിനു ശേഷം 40 വർഷം പിന്നിടുമ്പോൾ ഖത്തർ ഇന്ന് ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു. പെട്രോളിന്റെയും ഗ്യാസിന്റെയും ശേഖരം കണ്ടെത്തിയതാണ് ഖത്തറിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആക്കം കൂട്ടിയത്. 1971 സ്വാതന്ത്ര്യത്തിന് ശേഷം ഖത്തറിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ആൽ ഥാനിയായിരുന്നു അന്നത്തെ ഖത്തർ അമീർ. തുടർന്ന് 1995 നിലവിലെ അമീർ പിതാവായ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽ ഥാനിയിൽ നിന്ന് രക്തഹിത ആക്രമണത്തിലൂടെ ഭരണം പിടിച്ചെടുത്തു. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽ ഥാനിയുടെ കീഴിലുള്ള ഭരണം ഖത്തറിനെ ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാക്കി. അൽ ജസീറ ചാനലും സ്ത്രീകൾക്ക് മുനിസിപ്പൽ ഇലക്ഷനിൽ പ്രാതിനിധ്യം അനുവദിച്ചതും എഴുതി തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്നതുമെല്ലാം അമീറിനെ ഖത്തരി ജനതയ്ക്കിടയിൽ പുരോഗമനവാദിയാക്കി. തന്റെ മരണം വരെ ഭരണം കൈയാളുന്നതിനു പകരം 2013 ജൂൺ 23 മകനും കിരീടാവകാശിയുമായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ ഥാനിക്ക് പദവി ഒഴിഞ്ഞുകൊടുക്കാനുള്ള പക്വതയും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽ ഥാനി കാണിച്ചു. അന്താരാഷ്ട്ര തലത്തിലും അറബ് രാഷ്ട്രീയത്തിലുമെല്ലാം ഏറെ നിർണായകമായ സമീപനങ്ങൾ കൈക്കൊണ്ട രാജ്യമാണ് ഖത്തർ. ലിബിയൻ വിഷയത്തിലും ഇറാഖ്, ഇറാൻ, ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലുമെല്ലാം ഖത്തർ സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ലോകത്ത് ഏറ്റവും നികുതി കുറവുള്ളതും ഏറ്റവും വലിയ പ്രതിശീർഷ വരുമാനമുള്ളതുമായ രാജ്യം, മിഡിൽ ഈസ്റ്റിൽ ലോകകപ്പ് നടത്താൻ അവസരം ലഭിച്ച തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള പ്രകൃതിവാതക സമ്പത്തിൽ മുൻനിരയിലുള്ളതുമായ രാജ്യം. അങ്ങനെ ഖത്തറിനുള്ള വിശേഷണങ്ങൾ നിരവധിയാണ്. ഖത്തറിനൊപ്പം ബഹ്റൈനും ആഘോഷ നിറവിലാണ്. അലങ്കാര വിളക്കുകളുടെ വർണ്ണപ്രഭയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണിപ്പോൾ പവിഴദ്വീപ്. മധ്യ പൗരസ്ത്യ മേഖലയിലെ സാമ്പത്തിക, വ്യാപാര, വിനോദസഞ്ചാര മേഖലകളിൽ ഏറെ മുന്നിലാണ് ബഹ്റൈൻ. ഇസ്ലാമിക് ബാങ്കിംഗ്, വിദ്യാഭ്യാസം, തൊഴിൽ വിപണി പരിഷ്കരണം, റിയൽ എസ്റ്റേറ്റ് വ്യവസായം തുടങ്ങിയ മേഖലകളിലും ബഹ്റൈൻ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. 2011 പ്രക്ഷോഭവും അനന്തര സംഭവ വികാസങ്ങളും രാജ്യത്തിന്റെ വളർച്ചയിൽ ചെറിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും അനുരഞ്ജന സംഭാഷണങ്ങളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് ഭരണകൂടം. പ്രവാസികളുടെ അക്കപ്പെരുമ രാജ്യത്തെ സ്വദേശി ജനസംഖ്യയോളം എത്തി നിൽക്കുമ്പോഴും ബഹ്റൈൻ നൽകുന്ന ഉയർന്ന സാമൂഹിക സുരക്ഷയും ഉദാര സമീപനവും എടുത്തു പറയണം. ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഇന്നും ബഹ്റൈൻ ഏറെ പ്രിയങ്കരമാണ്. കിരീടാവകാശി ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് ആൽ ഖലീഫ ഈയിടെ കേരളം സന്ദർശിച്ചതും കേന്ദ്ര വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് മനാമ ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയതും കേരള മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനവും ഇഴയടുപ്പത്തിന്റെ ഊഷ്മളതയാണ് അടയാളപ്പെടുത്തിയത്. ഖത്തറിനൊപ്പം ബഹ്റൈനും വീക്കെൻഡ് അറേബ്യയുടെ ഹൃദ്യമായ ദേശീയ ദിനാശംസകൾ.